നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 മുതലുണ്ടായ ഇസ്രയേൽ ഹമാസ് യുദ്ധം ഗാസയിൽ സൃഷ്ടിച്ചത് 4 കോടി ടണ്ണോളം യുദ്ധമാലിന്യമെന്ന് റിപ്പോർട്ട്. കൂടിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിന് ഏകദേശം 15 വർഷം വേണ്ടിവരുമെന്നാണ് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് ഏകദേശം 400 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് UN കണക്കാക്കുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാസങ്ങൾ നീണ്ട ആക്രമണത്തിൽ തകർന്ന പലസ്തീൻ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള വെല്ലുവിളികൾ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 1,37,297 കെട്ടിടങ്ങളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത്. ഗാസയിലെ മൊത്തം നിർമ്മിതികളിൽ പകുതിയും തകർക്കപ്പെട്ട നിലയിലാണ്. ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടുന്നതിന് 600 മുതൽ 1200 ഏക്കറോളം ഭൂമിയായിരിക്കും വേണ്ടിവരുന്നത്. പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ശേഷം മാത്രമേ ഇത് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മേയിൽ ചേർന്ന UN ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിൽ തകർന്ന പാർപ്പിടങ്ങൾ വീണ്ടും നിർമ്മിച്ചു നൽകുന്നതിന് 4000 കോടിയോളം രൂപ ചെലവ് വരും. ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ ഭരണാധികാരികളും ജനുവരിയിൽ കണക്കാക്കിയ തുകയുടെ ഇരട്ടിയോളമാണിത്. നാശനഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ ഇനിയും വ്യത്യാസപ്പെട്ടേക്കാം. പുനർനിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞത് 15 വർഷമെങ്കിലും സമയമെടുക്കും. ഗാസയിൽ തുടരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. നിരന്ന പ്രദേശങ്ങളിലെല്ലാം കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും കുമിഞ്ഞുകൂടി കുന്നുകൾ രൂപപ്പെട്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, റോഡുകൾ, അഴുക്കുചാലുകൾ തുടങ്ങി നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട്. പ്രദേശത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഡീസലേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ പറ്റി ഇസ്രയേൽ ആലോചിച്ചിരുന്നുവെങ്കിലും മിക്ക പൈപ്പുകളും തകരാറിലായ സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ ആയുധങ്ങൾ കിടക്കുന്നത് കാരണം ആഴ്ചയിൽ 10 സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾക്കും കാരണമാകുന്നതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതുമെല്ലാം അപകടകാരിയായ കാര്യമാണ്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഷെല്ലുകളും മിസൈലുകളും മറ്റു ആയുധങ്ങളും ഉണ്ടാകാം. തൊടുത്തവയിൽ ഏകദേശം 10% ആയുധങ്ങളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകില്ല. ബോംബുകളും നിർവീര്യമാക്കുന്ന സംഘത്തിന്റെ സഹായമില്ലാതെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇറാഖിന്റെ മുൻ യുണൈറ്റഡ് നാഷണൽ മൈൻ ആക്ഷൻ സർവീസ് തലവനായ പെഹർ ലോദർ പറയുന്നത്. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 38,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനമായി ബ്രസീൽ രംഗത്തെത്തി. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണ് ഇസ്രയേൽ ഭരണകൂടമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ ആരോപിച്ചു. ഗാസയിൽ അന്ത്യമില്ലാതെ തുടർന്ന കൂട്ടക്കുരുതിക്ക് മുന്നിൽ ജനാധിപത്യ ലോകത്തെ നേതാക്കൾക്ക് നിശബ്ദരായി നിർത്താനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ അഭയാർത്ഥി താവളത്തിന് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാണ് ബ്രസീൽ അപലപിച്ചത്. ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങളെ തുടക്കം തൊട്ട് ബ്രസീൽ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഗാസ മുനമ്പിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ലുല ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നത് തുടരുകയാണ് ഇസ്രയേൽ ഭരണകൂടം. ഏറ്റവും ഒടുവിൽ 100 കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ ബോംബ് വർഷം അംഗീകരിക്കാനാകാത്തതാണ്. കുട്ടികളും വയോധികരും സ്ത്രീകളും എല്ലാം താമസിച്ചിരുന്ന ടെന്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 90-ലേറെ പേർ കൊല്ലപ്പെടുകയും 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലുല ഡ സിൽവ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.